നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ്. അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെങ്കിൽ മകൾക്ക് അതിനുള്ള സാധ്യത വളരെ അധികമാണ്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറും സ്തനാർബുദമാണ്. കക്ഷത്തിലുള്ള മുഴ, ഇതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും സ്തനാർബുദം അഥവാ ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി, അല്ലേ? സ്ത്രീകളെ ബാധിക്കുന്ന ഏറ്റവും വളരെ ബുദ്ധിമുട്ടേറിയ രീതിയിൽ ബാധിക്കുന്ന ഒരു ക്യാൻസറാണ് സ്തനാർബുദം. പക്ഷേ മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ ഇപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നവരുടെ തന്നെ സർവൈവൽ റേറ്റും വളരെ അധികമായി മെച്ചപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസറും സ്തനാർബുദമാണ്. അപ്പോൾ ആർക്കാണ് സ്തനാർബുദം ഉണ്ടാവുക? നിങ്ങൾക്ക് പലർക്കും അറിയാവുന്നതാണ്, അമ്മയ്ക്ക് സ്തനാർബുദം ഉണ്ടെങ്കിൽ മകൾക്ക് അതിനുള്ള സാധ്യത വളരെ അധികമാണ്. അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ള ആർക്കെങ്കിലും സ്തനാർബുദം ഉള്ളതായിട്ട് അറിവുണ്ടെങ്കിൽ അവർക്ക്, അവരുടെ തലമുറയിൽപ്പെട്ട ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് സ്തനാർബുദത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് സ്തനാർബുദത്തിൻ്റെ ലക്ഷണം? ഒന്ന്, ബ്രസ്റ്റിൽ കാണുന്ന ചെറിയ മുഴകൾ, ബ്രസ്റ്റിൻ്റെ തൊലിപ്പുറത്ത് കാണുന്ന നിറവ്യത്യാസം, നിപ്പിളിൽ നിന്നുള്ള ഡിസ്ചാർജ്, പാല് വരുന്ന പോലെയോ അല്ലെങ്കിൽ ബ്ലഡ് വരുന്ന പോലെയോ കളറുള്ള രീതിയിലോ വരുന്ന ഡിസ്ചാർജ്, കൂടാതെ സ്തനത്തിൻ്റെ പുറത്തുള്ള തൊലിയിലെ ചില ഉണങ്ങിയ രീതിയിലുള്ള തൊലിയിലുണ്ടാവുന്ന ചില വ്യത്യാസങ്ങൾ, കക്ഷത്തിലുള്ള മുഴ, ഇതെല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളാണ്, സ്തനാർബുദത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത് ചെയ്യേണ്ടത് ഒരു സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഡോക്ടറുടെ സഹായം നിർബന്ധമായും തേടുക. ബ്രസ്റ്റിൻ്റെ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് പരിശോധിച്ച് അത് കുഴപ്പമുള്ള മുഴയാണോ അതോ പ്രശ്നമില്ലാത്തതാണോ എന്ന് ഇത് നോക്കാൻ അറിയുന്ന ഒരാളെ കൊണ്ട് പരിശോധിപ്പിക്കുക. രണ്ടാമത്, അതൊരു കുഴപ്പമുള്ള മുഴയാണ് അല്ലെങ്കിൽ ഒരു സംശയ സാഹചര്യമുള്ള ഒരു മുഴയാണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ 2-3 തരത്തിലുള്ള ടെസ്റ്റുകൾ ഇതിന് അവൈലബിൾ ആണ്. 40 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ബ്രസ്റ്റിൻ്റെ അൾട്രാസോണോഗ്രഫിയാണ് ചെയ്യുന്നത്, സ്കാനിങ് എന്ന് പറയും. 40 വയസ്സിന് മേലെയുള്ളവരാണെങ്കിൽ മാമോഗ്രഫിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വയസ്സും ആളുടെ സാഹചര്യം അനുസരിച്ച് ടെസ്റ്റുകൾ നമ്മൾ നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ 2 ടെസ്റ്റുകളിലും സംശയകരമായി എന്തെങ്കിലും കണ്ടാൽ നമ്മൾ കുത്തി പരിശോധിക്കുക എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. FNAC എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിൻ്റെ കോശ പരിശോധന ചെയ്യുകയും സ്തനാർബുദമാണോ ഇല്ലയോ എന്ന് ഉറപ്പിക്കുകയും ചെയ്യും. പിന്നീട് സ്റ്റേജ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സംശയം, സ്തനത്തിലുള്ള സ്വെല്ലിങ് അല്ലെങ്കിൽ നിറവ്യത്യാസം, തടിപ്പ്, ഡിസ്ചാർജ്, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ ഒരു തരത്തിലും വൈകിപ്പിക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഡോക്ടർമാരെങ്കിലും സമീപിക്കുക. ഏർലി ഡയഗ്നോസിസ് എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ വളരെയധികം മെച്ചപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എത്ര വേഗം ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നോ അത്രയും സർവൈവൽ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് സംശയമുള്ളവരെല്ലാവരും ടെസ്റ്റിങ്ങിന് വിധേയരാവേണ്ടതാണ്.